മത്തിയും നെല്ലിക്കയുള്ളൊരു റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ എവിടെയും യൂട്യൂബിലും റീൽസിലൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഐറ്റം വന്നിട്ടുള്ളത്. അപ്പം ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ഇതാണ് കേട്ടോ, ഈ ഒരു മസാലയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക്, പിന്നെ ഉലുവ, പിന്നെ ചെറിയ ജീരകം ഇതെല്ലാം കൂടി വറുത്തിട്ട് പൊടിക്കുകയാണ് ചെയ്യേണ്ടത്. നാട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ പച്ചക്കുരുമുളകാണ് കേട്ടോ ഇടാറുള്ളത്. പച്ചക്കുരുമുളക് നമുക്ക് പറമ്പിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, പച്ചക്കുരുമുളക്, അതാണ് ഇതിൽ ഇടാറുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത്. ആ ടേസ്റ്റിലേക്ക് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവാറില്ല. പക്ഷേ എന്നാലും ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. മത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പം ആ ഒരു മത്തീൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു പൗഡറിനകത്തേക്ക് നമ്മളുടെ നെല്ലിക്ക വേവിച്ച് വെച്ചിട്ടുള്ളതും ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് അതൊന്ന് ഫൈൻ പേസ്റ്റാക്കി വെക്കുക. അതാണ് നമ്മുടെ മാരിനേഷനുള്ള മസാല. ഇനി നമ്മളുടെ താരമായ മത്തീനെ മുറിച്ചെടുക്കുകയാണ്. മത്തി വാങ്ങുമ്പം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞമത്തി തന്നെ വേണം കേട്ടോ. അതിന് കുഞ്ഞമത്തിയാണ് അതിന് ടേസ്റ്റ് ഉള്ളത്. അതായത് കുഞ്ഞമത്തി പറയുമ്പം ഒരു മുള്ളുള്ള ടൈപ്പും ഉണ്ട്, മുള്ളില്ലാത്ത ടൈപ്പുണ്ട്. മുള്ളില്ലാത്ത ടൈപ്പ് എന്നാണ് ഞാൻ പറയാം. പിന്നെ ഒരു നെയ്മത്തിയാണല്ലോ ഉള്ളത്. നെയ്മത്തി ഇതിനുണ്ടാക്കി നോക്കിയിട്ട് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. നെയ്മത്തി അങ്ങനെ തന്നെ പൊരിച്ചൊക്കെ തിന്നാനാണ് ടേസ്റ്റ് ഉള്ളത്. പക്ഷേ ഈ ഒരു മത്തി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അത് മത്തിയാണെന്നേ ഫീൽ ചെയ്യൂല കേട്ടോ. മത്തി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക്, സ്മെല്ല് പിടിക്കാത്ത ആൾക്കാരൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ്. അപ്പോൾ ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. എനിക്കിവിടെ മത്തി കിട്ടാറുള്ള സമയത്തൊക്കെ ഞാൻ നെല്ലിക്ക വാങ്ങിക്കും. നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ഞാനും മോളും മാത്രമാണ് മത്തി ഫിഷ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഈ മത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ മോൾക്കും കൊടുക്കാറുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൈറ്റാണ്. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇടുക. അതിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൽ ഫ്രഷ് കറിവേപ്പില ഇട്ടിട്ട്, കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ട് അത് നല്ലപോലെ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈ പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മത്തിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് രണ്ട് സൈഡും നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. പക്ഷേ എൻ്റെ ഉമ്മ ഇത് നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് മറിച്ചിട്ട് കൊടുക്കാറില്ല കേട്ടോ. ഉമ്മ ഉണ്ടാക്കുന്നൊരു സ്റ്റൈൽ വേറെയാണ്. അത് കനലിൽ, അതായത് സാധാ അടുപ്പിൻ്റെ മേലെ വെച്ച് കനലിനകത്താണ് ഇത് വേവിക്കുക. അതായത് ചട്ടി വെക്കും, ചട്ടീൻ്റെ മേലെ ചട്ടീൻ്റെ ഉള്ളിൽ വാഴൻ്റെ ഇല വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ തടവിയിട്ട് ഈ ഒരു മത്തി അതിൽ വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ കനൽ വെച്ചിട്ട് അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുക. ഇത് മറിച്ചിടാറില്ല. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ നമുക്ക് അബുദാബിയിൽ ഇതൊന്നും പോസിബിൾ അല്ലല്ലോ. നമുക്ക് ഈ പാനിനകത്ത് മറിച്ചിട്ടെടുക്കുക അതന്നെ. അപ്പോൾ നമ്മൾ ഇത് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും വേവിച്ചെടുക്കാം. എനിക്ക് ഇത് അധികം ഭയങ്കര ഡ്രൈ ആയി പോകുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഡ്രൈ ആയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇത് ഞാൻ 2 ദിവസമൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്. നെക്സ്റ്റ് ഡേയിൽ വരുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിട്ട് മാറും. വന്ന് ഉണ്ടാക്കിയ ഇവിടെ കഴിക്കുന്നത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഭയങ്കര ഡ്രൈ ആവാണ്ട് തന്നെയാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വെച്ച് കഴിയുമ്പം തന്നെ ഇത് വെന്ത് കിട്ടും. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ തുടങ്ങുമ്പം തന്നെ ഇതിനൊരു വെറൈറ്റി സ്മെല്ല് വരും കേട്ടോ. മത്തി കറിയാക്കിയാലും പൊരിച്ചാലും ഒക്കെ ഒരു മത്തീൻ്റെ ഒരു സ്മെല്ല് വരുമല്ലോ. ഇതൊരു വെറൈറ്റി വേറൊരു സ്മെല്ലാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലാണ്. എനിക്ക് പൊതുവേ മത്തീൻ്റെ സ്മെല്ല് അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പം സ്മെല്ലോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പം എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഈ ഒരു നെല്ലിക്ക മത്തി വാങ്ങിച്ചാൽ ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ടായിരുന്നത്. അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഹെൽത്തി ആയിട്ടുള്ളൊരു നെല്ലിക്ക മത്തി റെസിപ്പിയാണിത്.